ഹായ്, എല്ലാവരോടും ദുപ്പട്ട കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അവർ വിചാരിച്ചിരുന്ന ദുപ്പട്ട കൊണ്ട് ഞാൻ ഏതോ പുതിയ ഡാൻസ് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ദുപ്പട്ടയുടെ സഹായത്തോടു കൂടി കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് അവരെ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ആദ്യം കുറച്ച് മടിയെ കാണിച്ചില്ല, അവർ നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ. കാരണം അവർ തന്നെ പറഞ്ഞു, ദുപ്പട്ട ഉപയോഗിച്ച് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അവർക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റി, അവർക്ക് ബോഡി പെയിൻ ഒക്കെ കുറഞ്ഞു എന്ന്. പിന്നെ നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം കാണും കുറച്ച് ബാക്ക് ബെഞ്ചേഴ്സ്. അവർ എത്ര നിർബന്ധിച്ചാലും ഫ്രണ്ടിലേക്ക് വരത്തില്ല. അവർക്കിങ്ങനെ ബാക്കിൽ പമ്മി ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഞാൻ പറഞ്ഞു, ഇത്തവണ പറ്റില്ല. ഓരോ സോങ്സ് കഴിയുമ്പോഴും നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരണം. ഇതാണ് ഞങ്ങളുടെ ലേറ്റ് കമർ ചിഞ്ചു കേട്ടോ. പാവം ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുവാണേ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ, ബാക്ക് ബെഞ്ചേഴ്സിനെയൊക്കെ ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവരുമെന്ന്. അങ്ങനെ കൊണ്ടുവന്നതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. കാരണം പലരും മടിച്ച് നിൽക്കുന്നവരാണ്. പക്ഷെ ഞാൻ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ അവരുടെ കൂടെ കളിച്ചപ്പോഴത്തേക്ക് അവർ പൂർവാധികം ശക്തിയോടെ എടുത്ത് അവരുടെ മാക്സിമം എനർജി ലെവലിൽ അവർ കളിക്കാൻ ശ്രമിച്ചു. അവർ എന്താ പറയണേ, ഡാൻസ് വിത്ത് മീ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രെസ് റിലീഫിൻ്റെ ഒരു ഏരിയയാണ്. കാരണം അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന 1 മണിക്കൂർ അവരൊന്നും ഓർക്കാറില്ല. അവർ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പോകുന്നതെന്നാണ് പറയുന്നത്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഞാൻ വഴി ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഞാൻ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ അവസാനം ഒരു 1 അവറാണ് ഒരേപോലെ അവരൊന്ന് ഡാൻസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ തളർന്ന് എല്ലാവരും കിടപ്പായി. എങ്കിൽ കൂടിയും അവർ ഹാപ്പിയാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഡാൻസ് വിത്ത് മീയിലെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു ഓൾ.